അവൾ എന്തിനാണ് എന്നെ ഒഴിവാക്കിയതെന്ന് ഞാൻ ഒരിക്കലും ചോദിച്ചില്ല. സത്യം മനസ്സിലായപ്പോ ഞാൻ തകർന്നു. ഒന്നും വേണ്ട, നീ വന്നെന്റെ മടി കിടക്ക്. എനിക്ക് ഇത്ര മതിയായിരുന്നു. നീ സമാധാനത്തോടെ ഉറങ്ങുന്നത്, അതാണ് എനിക്ക് സന്തോഷം. അതെ. നോവൽ പെട്ടി. രാത്രിയുടെ കനത്ത നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന്റെ നിർത്താത്ത കരച്ചിൽ ഉയർന്നു കേൾക്കുകയാണ്. എന്നാൽ ആ കരച്ചിലിനേക്കാൾ ഉച്ചത്തിൽ അടച്ചിട്ട ആ കിടപ്പുമുറിക്കുള്ളിൽ ഒരു പുരുഷന്റെ മനസ്സിൽ കോപം ഇരമ്പുന്നുണ്ടായിരുന്നു. 90 ദിവസങ്ങൾ. ഒരു പുതിയ ജീവന് ജന്മം നൽകിയ ശേഷം അവൾ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ട് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും അവളിലേക്കുള്ള ദൂരം ഒരു കാതം അകലെയാണെന്ന യാഥാർത്ഥ്യം അയാളെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. സ്നേഹിക്കാൻ, ഒന്നടുത്തു ചെല്ലാൻ, ഒന്ന് തൊടാൻ പോലും അവൾ സമ്മതിക്കുന്നില്ല എന്ന ചിന്ത അയാളിൽ വലിയൊരു ഈർഷ്യയായി വളരുകയായിരുന്നു. അടഞ്ഞ വാതിലിനപ്പുറം അവൾ കുഞ്ഞിനെയും കൊണ്ട് കയറി വരുമ്പോൾ അയാളുടെ കണ്ണുകളിൽ കാത്തിരിപ്പിന്റെ യാതൊരു അലിവും ഉണ്ടായിരുന്നില്ല. മറിച്ച് നിരാശയുടെയും ദേഷ്യത്തിന്റെയും കനലുകളായിരുന്നു അവിടെ എരിഞ്ഞിരുന്നത്. അതൊരു സാധാരണ കുടുംബത്തിലെ സാധാരണ കിടപ്പുമുറിയിലെ കാഴ്ചയായിരുന്നുവെങ്കിലും അവിടെ രൂപപ്പെട്ടത് വലിയൊരു വൈകാരിക അകലത്തിന്റെ തുടക്കമായിരുന്നു. ആ രാത്രിയിലും അവൾ പതിവ് പോലെ വാതിൽക്കൽ വന്നു നിന്നു. കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ പാടുപെടുന്ന ഉറക്കച്ചടവുള്ള ഒരു പുതിയ അമ്മ. എന്നാൽ അയാളുടെ കണ്ണിൽ അതൊരു മികച്ച അഭിനയം മാത്രമായിരുന്നു. തന്റെ ആവശ്യങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറാൻ അവൾ കണ്ടെത്തുന്ന ഒരു സ്ഥിരം കാരണം. എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ച അവളുടെ വാക്കുകളെ അയാൾ ദേഷ്യത്തോടെ തടഞ്ഞു. കുഞ്ഞിനെ ഉറക്കാനെന്ന വ്യാജത്തിൽ അവൾ പാല് കൊടുത്ത് കിടക്കും, കൂട്ടത്തിൽ അവളും ഉറങ്ങിപ്പോകുമെന്നും തന്നെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നും അയാൾ വിശ്വസിച്ചു. സ്വന്തം ഭാര്യയുടെ കാലു പിടിക്കേണ്ട ഗതികേട് തനിക്കില്ലെന്ന് പറഞ്ഞ് ആരെയും തേടിപ്പോകാൻ തനിക്ക് മടിയില്ലെന്ന മുന്നറിയിപ്പോടെ അയാൾ മുഖം തിരിച്ചു കിടന്നു. നിസ്സഹായയായ ആ പെൺകുട്ടി തന്റെ കുഞ്ഞിന് പാലൂട്ടുന്നതിനിടയിൽ ശബ്ദമില്ലാതെ തേങ്ങിക്കരയുകയായിരുന്നു. അവളുടെ ആ കണ്ണുനീർ അയാളെ ഒട്ടും അലട്ടിയിരുന്നില്ല. കാരണം അയാളുടെ ചിന്തകൾ മുഴുവൻ സുഹൃത്തുക്കൾ പറഞ്ഞുകൊടുത്ത വർണ്ണപ്പുലിമയുള്ള ദാമ്പത്യ നിമിഷങ്ങളെക്കുറിച്ചായിരുന്നു. ഓഫീസിലെ കൂട്ടുകാർ തങ്ങളുടെ ഭാര്യമാരെക്കുറിച്ചും അവർക്കൊപ്പമുള്ള സ്വകാര്യ സന്തോഷങ്ങളെക്കുറിച്ചും വാചാലരാകുമ്പോൾ താൻ മാത്രം ഒന്നിനും കൊള്ളാത്തവനായി മാറുന്നു എന്ന അപകർഷതാബോധം പ്രവീണിനെ കാർന്നു തിന്നുകയായിരുന്നു. പ്രസവം കഴിഞ്ഞു വരുന്ന പെണ്ണിന് പ്രത്യേക സൗന്ദര്യമാണെന്നും ആ നിമിഷങ്ങൾ അനുഭവിക്കണമെന്നും കൂട്ടുകാർ പറഞ്ഞത് അയാളുടെ മനസ്സിൽ വലിയ മോഹങ്ങളുണ്ടാക്കിയിരുന്നു. അവൾ സ്വന്തം വീട്ടിൽ നിന്നും മടങ്ങിവരുന്ന ദിവസത്തിനായി അയാൾ എത്രത്തോളം ആഗ്രഹത്തോടെ കാത്തിരുന്നുവോ അത്രത്തോളം വലിയ നിരാശയാണ് പിന്നീട് ആ ഭർത്താവിന് നേരിടേണ്ടി വന്നത്. എല്ലാ രാത്രികളിലും ഈ അകൽച്ച ആവർത്തിക്കപ്പെട്ടപ്പോൾ അവൾക്ക് തന്നോടെന്തോ വലിയ അകൽച്ചയുണ്ടെന്ന് അയാൾ ഉറപ്പിച്ചു. ഒരുപക്ഷേ അവൾക്ക് കുറച്ചു മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിലോ? സുഹൃത്തായ സനലിന്റെ വാക്കുകൾ അയാളിൽ പുതിയൊരു പ്രതീക്ഷ നൽകി. ഗർഭകാലം മുതൽ തുടങ്ങിയ ബെഡ് റെസ്റ്റും പ്രസവവും തുടർച്ചയായി 4 ചുവരുകൾക്കുള്ളിലെ ജീവിതവും അവളെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകാമെന്ന് അയാൾ കരുതി. അങ്ങനെയാണ് ഇടുക്കിയിലേക്കൊരു യാത്ര പോകാൻ അയാൾ തീരുമാനിക്കുന്നത്. അവൾക്കൊരു സർപ്രൈസ് നൽകാനായി അവൾക്കെന്നും ഇഷ്ടമുള്ള ബാത്ത് ടബുള്ള ഒരു മുറി തന്നെ അയാൾ ബുക്ക് ചെയ്തു. ആ യാത്രയിലുടനീളം അവളുടെ മുഖത്ത് പഴയ തിളക്കം അയാൾ കണ്ടു. ഒരുമിച്ച് കുന്നും മലയും കയറിയിറങ്ങിയപ്പോൾ അവൾ പഴയ സന്തോഷവതിയായ പെൺകുട്ടിയായി മാറിയെന്ന് അയാൾ ആശ്വസിച്ചു. ഇനിയുള്ള നിമിഷങ്ങൾക്കായി അയാൾ വീണ്ടും കൊതിയോടെ കാത്തിരുന്നു. എന്നാൽ ആ രാത്രിയും അയാളുടെ കണക്കുകൂട്ടലുകളെ തകിടം മറിച്ചു. യാത്രയുടെ ക്ഷീണത്തിൽ കുഞ്ഞിനെയും ഉറക്കി ഒട്ടും വൈകാതെ അവളും ഉറക്കത്തിലേക്ക് വീണുപോയിരുന്നു. കുളി കഴിഞ്ഞു പ്രതീക്ഷകളോടെ തിരികെ വന്ന അയാൾ കണ്ടത് ഗാഠനിദ്രയിലായ ഭാര്യയെയാണ്. വിളിച്ചുണർത്താൻ നോക്കിയിട്ടും അവൾ എഴുന്നേറ്റതേയില്ല. അതൊരു അഭിനയമാണെന്ന് അയാൾ വീണ്ടും തെറ്റിദ്ധരിച്ചു. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അയാൾ അവളെ തള്ളിമാറ്റി. ആ രാത്രി മുഴുവൻ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒട്ടും സ്വസ്ഥതയില്ലാതെ അയാൾ കഴിച്ചുകൂട്ടി. കുഞ്ഞുണരുമ്പോൾ ഉറക്കച്ചടവോടെ എഴുന്നേൽക്കാതെ തന്നെ പാലു കൊടുക്കുന്ന അവളെ അയാൾ വെറുപ്പോടെയാണ് നോക്കിക്കണ്ടത്. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ യാത്ര മതിയാക്കി വേഗം മടങ്ങാമെന്ന് അയാൾ ആജ്ഞാപിച്ചു. എന്തു പറ്റിയെന്നറിയാതെ പകച്ചുനിന്ന അവളോട് നീ എല്ലാം മനഃപൂർവ്വം നശിപ്പിച്ചു എന്ന് അയാൾ ഈർഷ്യയോടെ പറഞ്ഞു. മടക്കയാത്രയിലുടനീളം അയാളുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് അവൾ വിതുമ്പിക്കരയുകയായിരുന്നു. അവൾ അനുഭവിച്ച ചെറിയ സന്തോഷം പോലും അതോടെ ഇല്ലാതായി. വീണ്ടും എല്ലാം പഴയതുപോലെയായി. സങ്കടങ്ങളും അകൽച്ചയും കൂടി വന്നു. അങ്ങനെയിരിക്കെയാണ് ആ വൈകുന്നേരം വന്നെത്തുന്നത്.
ഓഫീസ് സമയം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല, ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയതുമില്ല. പരിഭ്രാന്തിയോടെ കാത്തിരുന്ന അവർക്ക് മുൻപിലേക്ക് സുഹൃത്ത് ആ വലിയ വാർത്തയുമായി എത്തി. അവൻ അപകടം പറ്റിയ ആശുപത്രിയിലാണെന്ന്. അമ്മയും അവളും കുഞ്ഞിനെയും വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് പാഞ്ഞു. കാലിനു പൊട്ടലും നെറ്റിയിൽ മുറിവുകളുമായി അവൻ കിടക്കിയിലായിരുന്നു. ഒരാഴ്ചത്തെ ആശുപത്രിവാസം, പിന്നീട് പൂർണ്ണ വിശ്രമം. അവിടെയാണ് അവളുടെ യഥാർത്ഥ ജീവിതം അവൻ ആദ്യമായി കാണാൻ തുടങ്ങുന്നത്. ഐസിയുവിനു മുന്നിലും മുറിയിലുമായി ദിനരാത്രങ്ങൾ കടന്നുപോയി. പ്രാർത്ഥനയുമായി അമ്മ മുറിയിൽ തന്നെ ഇരുന്നപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അവൾ ആ വലിയ ആശുപത്രി മുഴുവൻ ഓടുകയായിരുന്നു. മരുന്ന് വാങ്ങാൻ, ലാബിലേക്ക്, സ്കാനിംഗ് റൂമിലേക്ക്, ഡോക്ടറെ കാണാൻ, എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാൻ. അങ്ങനെ ആ ഒരൊറ്റ പെണ്ണ് എല്ലാം ഒറ്റയ്ക്ക് തീർക്കുകയായിരുന്നു. അവൾ ഉറങ്ങിയോ, കുളിച്ചോ, ഭക്ഷണം കഴിച്ചോ എന്ന് ആരും തിരക്കിയതേയില്ല. ബന്ധുക്കൾ പലരും വന്നുപോയെങ്കിലും ആരും അവൾക്കൊരു സഹായത്തിന് നിന്നില്ല. അവനെ താങ്ങി എഴുന്നേൽപ്പിക്കാനും ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനുമൊക്കെ അവൾ തന്നെ നന്നായി ബുദ്ധിമുട്ടി. ആന്റിബയോട്ടിക് മരുന്നുകളുടെ മയക്കത്തിൽ അവൻ പലപ്പോഴും വേദനയറിയാതെ ഉറങ്ങിയപ്പോൾ ഉണ്ണാതെയും ഉറങ്ങാതെയും അവൾ ആ 3 പേർക്കും രാവും പകലും കാവലിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവനെ ഡിസ്ചാർജ് ചെയ്തു. വീണ്ടും പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ നിർദ്ദേശവും നൽകി. ആശുപത്രിവാസം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് പ്രവീണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവിന്റെ ദിനങ്ങൾ തുടങ്ങുന്നത്. അടഞ്ഞുകിടന്ന വീട് മുഴുവൻ വൃത്തിയാക്കണം, മുഷിഞ്ഞ തുണികൾ അലക്കണം, കുഞ്ഞിനും ഭർത്താവിനും അമ്മയ്ക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രത്യേകം ഭക്ഷണമുണ്ടാക്കണം. ഒരു യന്ത്രം പോലെ അവൾ ഇതിനെല്ലാം പിന്നാലെ പാഞ്ഞു. അതിനിടയിൽ വേദനാസംഹാരികൾ നിർത്താൻ ഡോക്ടർ പറഞ്ഞിരുന്നതിനാൽ അവൻ ശരിക്കും വേദന അറിഞ്ഞു തുടങ്ങിയിരുന്നു. പരസഹായമില്ലാതെ ഒന്നിനും കഴിയാത്ത അവസ്ഥ. ഓരോ തവണ അവൻ വീണ എന്ന് വിളിക്കുമ്പോഴും വീടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് അവൾ ഓടിയെത്തി. അടുക്കളയിലെ ജോലി തീർത്ത്, മുറ്റത്തെ ചെടികൾ നനച്ച്, തന്നെ കാണാൻ വരുന്ന വിരുന്നുകാരെ സൽക്കരിച്ച്, എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ യാതൊരു പരാതിയുമില്ലാതെ കേട്ടു നിൽക്കുന്നത് അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് പാതിരാത്രിയിൽ നടുവൊന്ന് ചായ്ക്കാൻ, ഒന്ന് മയങ്ങാൻ കിടക്കുമ്പോൾ കുഞ്ഞുണരും. പിന്നെ അവനെ ഉറക്കാനായി പുലരുവോളം മടിയിലിരുത്തും. രാവിലെ വീണ്ടും ഇതേ ചക്രം ആവർത്തിക്കും. വന്നവർക്കും പോയവർക്കും ഒന്നിനും ഒരു വക തിരിവില്ല എന്ന അമ്മയുടെ നിരന്തരമുള്ള പരാതികൾ കൂടി കേൾക്കുമ്പോൾ അവൻ യാഥാർത്ഥ്യങ്ങളെ ശരിക്കും നോക്കിക്കാണുകയായിരുന്നു. താൻ രാവിലെ ഓഫീസിൽ പോയി രാത്രി തിരികെ വരുമ്പോൾ ഈ വീട്ടിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് താൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്നവന് മനസ്സിലായി. ഓടിത്തളർന്നു വരുന്ന അവൾക്ക് എന്ത് പ്രണയമാണ്, എന്ത് വികാരമാണ് തോന്നുക? ഒന്ന് മയങ്ങാനല്ലാതെ മറ്റൊന്നിനും അവൾക്ക് മോഹം കാണില്ലെന്ന വലിയ സത്യം അവന്റെ ഹൃദയത്തിൽ കൊണ്ടു. തന്റെ വീണ മനസ്സ് തുറന്നൊന്ന് ഉറങ്ങിയിട്ടുണ്ടാവുകയോ സന്തോഷിച്ചിട്ടുണ്ടാവുകയോ ചെയ്തത് ചിലപ്പോൾ ടൂർ പോയ ആ ഒരു ദിവസം മാത്രമായിരിക്കാം. അന്നും താൻ അവൾക്ക് വേദന മാത്രം നൽകി എന്നവനോർത്തു. എല്ലാ സത്യവും ഉൾക്കൊണ്ട് ഇനി അവളെ വേദനിപ്പിച്ചാൽ ദൈവം പോലും തന്നോട് പൊറുക്കില്ല എന്നവൻ ഉറപ്പിച്ചു. ആ നിമിഷം മുതൽ പ്രവീൺ മാറി ചിന്തിക്കാൻ തുടങ്ങി. സ്വന്തം കാര്യങ്ങൾ അവൻ പതിയെ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചു. കുറച്ചു വേദനയുണ്ടെങ്കിലും അതവനൊരു സന്തോഷമായിരുന്നു. ഓരോ ആവശ്യത്തിനും അവളെ വിളിക്കുന്നത് അവൻ നിർത്തി. തന്നെ കാണാൻ വരുന്ന ബന്ധുക്കളെയും കൂട്ടുകാരെയും അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചയച്ചു. കാരണം അവർ കൂടുതൽ നേരം ഇരിക്കുന്നത് അവൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. എപ്പോഴും കുഞ്ഞിനെ അവനൊപ്പം ഇരുത്തി കളിപ്പിച്ച് അവളെ പരമാവധി സ്വതന്ത്രയാക്കാൻ അവൻ ശ്രമിച്ചു. ഇതിലൊക്കെ ഉപരി തന്റെ അമ്മയുടെ നിരന്തരമുള്ള കുറ്റപ്പെടുത്തലുകൾക്ക് അവൻ മറുപടി നൽകി തുടങ്ങി. അവളില്ലേ ഇവിടെ, അവൾക്ക് എന്താ പണി എന്ന അമ്മയുടെ ചോദ്യങ്ങൾക്ക് അവൻ ചെവി കൊടുത്തില്ല. അവൾ തന്റെ ഭാഗ്യം മാത്രമല്ല, തന്റെ പാതി കൂടിയാണെന്ന ബോധ്യം അവനിൽ ശക്തമായി. വീടിനകത്തും പുറത്തും ജോലി ചെയ്യാൻ സ്ഥിരമായൊരു ജോലിക്കാരിയെ അവൻ ഏർപ്പാടാക്കി. അവൾക്കത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ കേട്ടില്ല. ഇനി അവൾ ഇതൊന്നും ചെയ്യേണ്ടതില്ലെന്നും അവൾക്ക് തങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ ധാരാളം പണിയുണ്ടെന്നും പറഞ്ഞ് അവൻ അമ്മയെ നിശബ്ദനാക്കി. പ്രവീണിന്റെ ഈ സ്നേഹം അവൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞു. ഒരു കുന്നിക്കുരുവോളം പോലും ഈ സ്നേഹം കുറഞ്ഞു പോകരുതേ എന്നവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. സ്നേഹം തളം കെട്ടിയ ആ വീട്ടിൽ ഒരു രാത്രി അവൾ അവന്റെ അരികിലെത്തി. കുഞ്ഞിന്റെ പാലുകുടി മാറിയാൽ അവൾക്കൊരു ജോലിക്ക് പോകണം, അതിനുള്ളതെല്ലാം നമുക്ക് ചെയ്യാമെന്ന് അവൻ വളരെ ശാന്തമായി പറഞ്ഞപ്പോൾ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. തനിക്കിതൊന്നും വേണ്ടെന്നും ഇപ്പോഴെന്നോടെങ്ങനെയാണോ അതുമാത്രം മതിയെന്നും അവൾ പറഞ്ഞു. ഒരു ഭർത്താവിനു വേണ്ടതെല്ലാം നൽകാൻ തനിക്ക് ഒത്തിരി നാളായി കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധത്തോടെ
പൂർണ്ണ മനസ്സോടെ അവൾ അവന് സ്വയം സമർപ്പിക്കാൻ തയ്യാറായി നിന്നു. എന്നാൽ അവൻ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഒന്നും വേണ്ട വീണ, നീ വന്നെന്റെ മടിയിൽ കിടക്ക് എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്തുപിടിച്ചു. സംശയത്തോടെയെങ്കിലും അവൾ ആ മടിയിലേക്ക് തല ചായ്ച്ചു കിടന്നു. അവളുടെ മുടിയിഴകളിൽ പതുക്കെ തലോടുമ്പോൾ ആ മിഴികൾ പതിയെ അടയുന്നതവൻ നോക്കിക്കണ്ടു. എനിക്കറിയാം, ഇന്നൊരുപാട് സന്തോഷത്തോടെ നീ ഉറങ്ങും, അതിലേറെ സമാധാനത്തോടെ. എനിക്കത്രയും മതി എന്നവൻ മനസ്സിൽ പറഞ്ഞു. അതിലും വലുതായി നിനക്ക് നൽകാൻ എന്നിലൊന്നുമില്ല, നീ സന്തോഷത്തോടെ ഉറങ്ങുക. ചില തിരിച്ചടിവുകൾ അങ്ങനെയാണ്. പകൽ വെളിച്ചത്തിൽ കാണാൻ കഴിയാത്ത പലതും വേദനകളുടെ ഇരുട്ടിൽ മനുഷ്യർ വ്യക്തമായി കണ്ടു തുടങ്ങും. അവിടെ അവസാനിക്കുന്നത് അഹങ്കാരമാണ്.